വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. +2 കഴിഞ്ഞ് നഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? ഇതാ നിങ്ങൾക്കായൊരു സുവർണാവസരം. ഓസ്ട്രേലിയൻ പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ നഴ്സിംഗ് കംപ്ലീറ്റ് ആക്കുകയും അത് കഴിഞ്ഞ് അവിടെ രജിസ്റ്റേർഡ് നഴ്സായി വർക്ക് ചെയ്യുകയും പിന്നീട് അവിടുത്തെ PR നേടി സെറ്റിൽ ചെയ്യുവാനും അവസരം. ഒരു ഓസ്ട്രേലിയൻ രജിസ്റ്റേർഡ് നഴ്സിന്റെ ആവറേജ് ആനുവൽ സാലറി എന്ന് പറയുന്നത് 45 lakhs ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടുന്ന് എന്ത് ഫൈനാൻഷ്യൽ റിക്വയർമെന്റ്സ് എടുത്തിട്ടാണോ പോയത്, വിത്തിൻ 1 or 2 years നിങ്ങൾക്കത് റിക്കവർ ചെയ്യാൻ സാധിക്കുന്നു. ദസ്മ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് നിങ്ങൾക്കായി സജസ്റ്റ് ചെയ്യുന്നു ഓസ്ട്രേലിയയിലെ 4 പ്രമുഖ പബ്ലിക് യൂണിവേഴ്സിറ്റീസ്. എന്താണ് പബ്ലിക് യൂണിവേഴ്സിറ്റീസ്? ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ഡയറക്റ്റ് റൺ ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ് ആണ് പബ്ലിക് യൂണിവേഴ്സിറ്റീസ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ സർട്ടിഫിക്കറ്റ് വാല്യൂ കൂടുകയും നിങ്ങൾക്ക് 100% ജോബ് ഉറപ്പാക്കാവുന്നതുമാണ്. യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി സിഡ്നി, വെസ്റ്റേൺ സിഡ്നി യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് കാൻബറ, ചാൾസ് സ്റ്റേർട്ട് യൂണിവേഴ്സിറ്റി. നമ്മുടെ നാട്ടിൽ BSc നഴ്സിംഗ് എന്ന് പറയുന്നത് 4 വർഷത്തെ കോഴ്സാണ്. എന്നാൽ ഓസ്ട്രേലിയയിൽ അത് 3 വർഷം കൊണ്ട് കംപ്ലീറ്റ് ആക്കാൻ സാധിക്കുകയും നിങ്ങൾക്ക് രജിസ്റ്റേർഡ് നഴ്സായി PR നേടി അവിടെ സെറ്റിൽ ചെയ്യുവാനും സാധിക്കുന്നു. ഇനി ആർക്കൊക്കെയാണ് ഈ അവസരമെന്ന് നോക്കാം. +1 +2 സയൻസ് സ്ട്രീമിൽ പാസ്സാവുകയും സ്റ്റേറ്റ് സിലബസിലാണ് നിങ്ങൾ പാസ്സായതെങ്കിൽ 75% മിനിമം നേടുകയും ഇനി CBSE ICSE സിലബസിലാണ് പാസ്സായതെങ്കിൽ 65% നേടുകയും വേണം. ഈ 4 യൂണിവേഴ്സിറ്റീസിലും നിങ്ങൾ അഡ്മിഷൻ എടുക്കണമെങ്കിൽ കോമൺ ആയിട്ട് കുറച്ച് ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിലാദ്യത്തേതെന്ന് പറയുന്നത് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിങ്ങൾ മസ്റ്റ് ടൈം സയൻസ് സ്ട്രീമിലായിരിക്കണം ചെയ്യേണ്ടത്. രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ടെസ്റ്റ് റിക്വയർമെൻറ്റ്സ് ആണ്. IELTS അഥവാ PTE. IELTS എക്സാം ആണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ മിനിമം 7 സ്കോറും PTE എക്സാം ആണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ മിനിമം 65 സ്കോറുമാണ് നേടേണ്ടത്. ഈ 4 യൂണിവേഴ്സിറ്റീസും ആൻമാർക്ക് അക്രഡിറ്റേഷനോട് കൂടിയാണ് ബാച്ചിലർ ഓഫ് നഴ്സിംഗ് കോഴ്സ് നടത്തുന്നത്. അതായത് ഓസ്ട്രേലിയൻ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫ് കൗൺസിലിന്റെ അക്രഡിറ്റേഷനോട് കൂടിയ കോഴ്സുകളാണ് ഈ 4 പബ്ലിക് യൂണിവേഴ്സിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ 4 യൂണിവേഴ്സിറ്റീസും അർബൻ ഏരിയയിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടെ ചെന്ന് പാർട്ട് ടൈം ജോലി കണ്ടെത്തുവാൻ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും വരികയില്ല. ഓസ്ട്രേലിയൻ ഗവൺമെന്റ് നിയമപ്രകാരം ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് സ്റ്റുഡൻറ് വിസയിൽ ചെല്ലുന്നവർക്ക് ഒരു ഫോർട്ട്നൈറ്റിൽ 48 hours ആണ് വർക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അതായത് 2 ആഴ്ച കൂടുമ്പോൾ നിങ്ങൾക്ക് 48 മണിക്കൂർ വർക്ക് ചെയ്ത് നിങ്ങളുടെ ഡെയിലി കോസ്റ്റ് അഥവാ ലിവിംഗ് കോസ്റ്റ് മീറ്റ് ചെയ്യാൻ സാധിക്കും. 2025 നിങ്ങൾക്ക് അവിടെ ബാച്ചിലർ ഓഫ് നഴ്സിംഗിന് ജോയിൻ ചെയ്യണമെങ്കിൽ 2024 നിങ്ങൾ 12th പാസ്സായിരിക്കണം. ഇനി നിങ്ങളുടെ കയ്യിൽ IELTS സ്കോർ, ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റ്, അങ്ങോട്ട് പോകാനുള്ള ഫൈനാൻഷ്യൽ റിക്വയർമെന്റ്സ് എല്ലാം മീറ്റ് ചെയ്യാൻ റെഡിയാണെങ്കിൽ ഈ വരുന്ന ജൂലൈയിലെ ഇൻടേക്കിലും നിങ്ങൾക്ക് ബാച്ചിലർ ഓഫ് നഴ്സിംഗിൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഇനി ഓരോ യൂണിവേഴ്സിറ്റീസിന്റെ ക്രൈറ്റീരിയാസ് നമുക്ക് നോക്കാം. യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി സിഡ്നി. ഈ യൂണിവേഴ്സിറ്റി QS റാങ്കിംഗ് അനുസരിച്ച് ഗ്ലോബലി 19th ഓസ്ട്രേലിയൻ നമ്പർ 1 വരുന്നത്. സസ്റ്റൈനബിൾ റാങ്കിംഗ് അനുസരിച്ച് നമ്പർ 2 വരുന്നത്. യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി സിഡ്നിയിൽ ബാച്ചിലർ ഓഫ് നഴ്സിംഗിന്റെ ഫീ എന്ന് പറയുന്നത് Australian dollars 1,34,000 ആണ്. അതായത് ഇന്ത്യൻ മണി 74,38,000. ഓസ്ട്രേലിയ പോലുള്ള ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രിയിലേക്ക് നമ്മൾ മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടുത്തെ ലിവിംഗ് കോസ്റ്റ് മീറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് അവിടുത്തെ ഗവൺമെന്റിനെ ബോധ്യപ്പെടുത്തേണ്ടത് വളരെ ആവശ്യമായിട്ടുള്ളൊരു ഘടകമാണ്. ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഷോ മണി. ഷോ മണി എന്ന് പറയുന്നത് 3 കോൺസെപ്റ്റുകൾ ചേർന്നതാണ് സ്റ്റുഡൻറ് വിസയെ സംബന്ധിച്ചിടത്തോളം. അതിൽ ആദ്യത്തെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അവിടുത്തെ ഗവൺമെന്റ് നിശ്ചിത എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് Australian dollars 29,710. അതുകൂടാതെ ട്രാവലിംഗ് കോസ്റ്റ് ആയിട്ടുള്ള Australian dollars 2,000 നിങ്ങളുടെ കയ്യിൽ വേണം. അതുമാത്രമല്ല നിങ്ങൾ ഏത് കോഴ്സാണോ പഠിക്കാൻ പോകുന്നത് ആ കോഴ്സിന്റെ ആദ്യ വർഷത്തെ ഫീസും നിങ്ങളുടെ അക്കൗണ്ടിൽ കാണിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഓസ്ട്രേലിയയിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഏത് യൂണിവേഴ്സിറ്റീസിലേക്കും ഏത് കോഴ്സിലേക്കും നിങ്ങൾ പോയാലും പലതരത്തിലുള്ള ഷോ മണികളായിരിക്കും വരുന്നത്. യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി സിഡ്നിയിൽ നിങ്ങൾ ബാച്ചിലർ ഓഫ് നഴ്സിംഗ് ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കാണിക്കേണ്ടി വരുന്ന ഷോ മണി എന്ന് പറയുന്നത് 42,58,000 ആണ്. രണ്ടാമതായി പറയുന്നതാണ് വെസ്റ്റേൺ സിഡ്നി യൂണിവേഴ്സിറ്റി. ടൈംസ് ഓഫ് ഓസ്ട്രേലിയൻ റാങ്കിംഗ് അനുസരിച്ച് 2023 വെസ്റ്റേൺ സിഡ്നി യൂണിവേഴ്സിറ്റി നമ്പർ 1 ആയിരുന്നു. സസ്റ്റൈനബിൾ ഗോൾസിനെയും ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ ഓപ്പർച്യൂണിറ്റീസിനെയും വളരെയധികം എൻകറേജ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് വെസ്റ്റേൺ സിഡ്നി യൂണിവേഴ്സിറ്റി. ഇവിടുത്തെ ബാച്ചിലർ ഓഫ് നഴ്സിംഗിന്റെ ഫീ എന്ന് പറയുന്നത് Australian dollars 34,638 ആണ്. അതായത് ഇന്ത്യൻ മണി 54,38,000 ആണ്. വെസ്റ്റേൺ സിഡ്നി യൂണിവേഴ്സിറ്റിയിലാണ് നിങ്ങൾ ബാച്ചിലർ ഓഫ് നഴ്സിംഗ് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ കാണിക്കേണ്ട ഷോ മണി എന്ന് പറയുന്നത്
36,75,000 ആകും. മൂന്നാമതായി പറയുന്നതാണ് ചാൾസ് സ്റ്റഡ് യൂണിവേഴ്സിറ്റി. ഓസ്ട്രേലിയയുടെ പല ഭാഗത്തായി 5 ക്യാമ്പസുകളാണ് ചാൾസ് സ്റ്റഡ് യൂണിവേഴ്സിറ്റിക്കുള്ളത്. ചാൾസ് സ്റ്റഡ് യൂണിവേഴ്സിറ്റിയിലാണ് നിങ്ങൾ ബാച്ചിലർ ഓഫ് നഴ്സിംഗ് ചെയ്യുന്നതെങ്കിൽ അവിടെ 3 വർഷത്തേക്ക് വേണ്ടി അടയ്ക്കേണ്ടി വരുന്ന ഫീസ് എന്ന് പറയുന്നത് $97,512 ഓസ്ട്രേലിയൻ ഡോളേഴ്സ് ആണ്. ഇന്ത്യൻ മണി ഏകദേശം 54 ലക്ഷത്തോളം വരും. നിങ്ങൾക്ക് കാണിക്കേണ്ടി വരുന്ന ഷോ മണി എന്ന് പറയുന്നത് 34,68,000 ആണ്. അവസാനമായി പറയുന്ന യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി ഓഫ് കാൻബറ. ഓസ്ട്രേലിയയിലെ വൺ ഓഫ് ദി യങ്ങസ്റ്റ് യൂണിവേഴ്സിറ്റി എന്നറിയപ്പെടുന്ന ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി ഓഫ് കാൻബറ. 40 വർഷത്തിൽ ഏറെയായി ഓസ്ട്രേലിയയിൽ ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റിയായി പ്രവർത്തിച്ചു വരുന്ന യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി ഓഫ് കാൻബറ. ഇവിടുത്തെ 3 വർഷത്തെ ഫീസ് എന്ന് പറയുന്നത് $91,000 ഓസ്ട്രേലിയൻ ഡോളേഴ്സ് ആണ്. ഇന്ത്യൻ മണിയിൽ ഏകദേശം 54 lakhsോളം വരും. യൂണിവേഴ്സിറ്റി ഓഫ് കാൻബറയിലാണ് നിങ്ങൾ ബാച്ചിലർ ഓഫ് നഴ്സിംഗ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കാണിക്കേണ്ടി വരുന്ന ഷോ മണി എന്ന് പറയുന്നത് $34,138 rupees ആണ്. ഡെസ്മ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് ലാസ്റ്റ് 6 monthsൽ മോർ ദാൻ 200 നഴ്സസിന്റെ രജിസ്ട്രേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾ ഓസ്ട്രേലിയയിൽ നഴ്സിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യുക. അടുത്ത ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വരുന്നതുവരെ ഗുഡ് ബൈ.